ആത്മാവാം ദൈവമേ വരണേ. മൂന്നാം ദിവസം വേദപുസ്തകത്തിലെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാക്കാണ് മൂന്നാം ദിവസം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 39 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, ആ കല്ലെടുത്തു മാറ്റുവിൻ. മരിച്ചവളുടെ സഹോദരി പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും. ഇത് 4-ാം ദിവസമാണ്. മർത്ത പറയുന്നു, ഈശോയെ, നീ വരണമായിരുന്നുവെങ്കിൽ ഇന്നലെ വരണം. 3-ാം ദിവസം ഗലീലയിലെ കാനായിലെ കല്യാണ വിരുന്നിൽ 3-ാം ദിവസത്തിൽ അത്ഭുതം നടന്നില്ലേ? അബ്രഹാം മോറിയ മലയിലേക്ക് തന്റെ മകനുമായി നടന്നുപോയ ദൂരം 3 ദിവസത്തെ ദൂരമാണ്. അത്ഭുതം നടന്നില്ലേ? എസ്തറിന്റെ പുസ്തകത്തിൽ ഉപവാസം പ്രഖ്യാപിച്ചതിന്റെ ഉത്തരം ലഭിക്കുന്നത് 3-ാം ദിവസത്തിലാണ്. 4-ാം ദിവസത്തെ ഈശോ ജയിച്ചത് എങ്ങനെയാണ്? ഈശോ സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തു. ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. സുഹൃത്തെ, നീ ഇപ്പോൾ നിൽക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ 4-ാം ദിവസത്തിൽ ആയിരിക്കും. പ്രതീക്ഷകൾ അസ്തമിച്ച 4-ാം ദിവസം, അസാധ്യതയുടെ പ്രതീക്ഷകൾ അസ്തമിച്ച ഈ ദിവസത്തെ 3-ാം ദിവസമാക്കി മാറ്റാൻ കഴിയുന്നവന്റെ പേരാണ് യേശു. സഹോദര, ദൈവം ഇടപെടില്ലെന്ന് നീ കരുതരുത്. നിന്റെ ജീവിതത്തിന്റെ 4-ാം ദിവസത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.